കാലത്തിലെ ജാനിക്കുട്ടി. അങ്ങനെ പറഞ്ഞാലായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഇത് മനസ്സിലാവുക. മറ്റ് ഭാഷകളിലെല്ലാം മോനിഷയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഒരു പ്രശസ്ത ടെലിവിഷൻ മേഖലയിലെ താരം എന്നത് തന്നെയാണ്. ഒരു ഇന്ത്യൻ ടെലിവിഷൻ നടിയാണ് മോനിഷ ഷാജിയെങ്കിലും തമിഴിലൂടെയാണ് കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്നത് തന്നെ പറയാം. പക്ഷേ മലയാളികളുടെ പ്രിയപ്പെട്ട മഞ്ഞുരുകും കാലത്തിലൂടെ ജാനിക്കുട്ടിയായാണ് ആ ടെലിവിഷൻ അരങ്ങേറ്റം കുറിച്ചത്. മാർച്ച് 11 സുൽത്താൻ ബത്തേരി വയനാട് ജനിച്ച താരം വയനാട് എറണാകുളത്തുമായുള്ള തൻ്റെ പഠനം പൂർത്തീകരിച്ച ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ്. 2016 മുതൽ ടെലിവിഷൻ നടിയായി ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് താരം. ടെലിവിഷനിൽ സജീവമായി നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അർഷക് നാഥ് എന്ന വ്യക്തിയെ വിവാഹം ചെയ്തു. പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം ആ വിവാഹബന്ധം വേർപെടുത്തി. PK ഷാജിയുടെയും ഇന്ദിരയുടെയും മകളായാണ് മോനിഷ ജനിച്ചത്. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ നിന്ന് B.Ed.ൽ ബിരുദവും നേടി. മിഥുൻ ഷാ, മനേക് ഷാ എന്നീ 2 സഹോദരന്മാർ കൂടിയുണ്ട് ഈ താരത്തിന്. 3 സിനിമകളിലും ഇതിനോടകം തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞുരുകും കാലത്തിലും ജാഗ്രത, മലർവാടി, അരൺമനൈക്കിളി, പാൻഡിയൻ സ്റ്റോഴ്സ്, ചാക്കോയും മറിയവും, ചിന്നത്തമ്പി, പൂവേ പൂച്ചുട, നാം ഇരുവർ, പച്ചക്കിളി, അനുവാനെ നേനു, മാനത്തെ കൊട്ടാരം, മംഗല്യം, മധുരതുമ്പരക്കാട്ട്, പാവം പാം കോടീശ്വരൻ തുടങ്ങി നിരവധി സീരിയലുകളിലും 1 1 3 കോമഡി സർക്കസിലും കല്ലുടുപ്പും കരിച്ചട്ടയിലും അതുപോലെ തന്നെ എൻകിത മേധാവേ എന്ന വിജയ് TVയിലെ മറ്റ് ഷോകളിലെല്ലാം തന്നെ താരം എത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും മോനിഷയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനൊരു കാരണമുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ അടുത്തു നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് നടി കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ വെളിപ്പെടുത്തിയത് തന്നെയാണ് ഇതിനെല്ലാത്തിനും ഒരു കാരണം എന്നുകൂടി നമ്മൾ പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട്. നടി മോനിഷ ഒരു തമിഴ് ചാനലിൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇത് എത്രയും ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ടും മാറിയിരിക്കുന്നത്. തമിഴിലെ സെക്കൻഡ് ലവ് എന്ന ഷോയിൽ മത്സരാർത്ഥിയായിട്ട് മോനിഷ അതിലെത്തിയപ്പോഴാണ് 8 വർഷത്തെ നീണ്ട വിവാഹമോചന പോരാട്ടമാണ് തനിക്ക് കിട്ടിയതെന്നും നേരിട്ട മാനസിക പീഡനങ്ങൾ ഒരുപാടാണെന്നും തൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ, അതായത് തൻ്റെ കിടപ്പുമുറിയിലെ ചിത്രങ്ങൾ, വസ്ത്രം മാറ്റുമ്പോഴുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഭർത്താവ് ഒപ്പിയെടുത്ത് അത് ബ്ലാക്ക്മെയിൽ ചെയ്യാനും അദ്ദേഹം എന്നെ ഇത്ര ഉപദ്രവിക്കുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോവാതിരിക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അതുമാത്രമല്ല തൻ്റെ സുഹൃത്തുക്കൾക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ പലരും വന്ന് തന്നോട് പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് താൻ അറിഞ്ഞത്. വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ചാണ് മോനിഷ തുറന്നു പറഞ്ഞത്. അങ്ങനെ 8 വർഷം ഞാൻ ആ നിയമത്തിന് പോരാടി. 100 പവൻ സ്വർണ്ണമിട്ടാണ് എൻ്റെ അമ്മയും അച്ഛനും ആ വിവാഹം കഴിപ്പിച്ചത്. 100 പവൻ തരാൻ പറ്റില്ലെന്നവർ പറഞ്ഞു. ഡിവോഴ്സ് വേണമെങ്കിൽ എടുത്തോ, 100 പവനൊന്നും തരില്ല എന്ന്. എന്നാൽ അത് വാങ്ങാതെ എനിക്ക് വരാൻ മനസ്സുണ്ടായിരുന്നില്ല. പോരാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പവൻ കിട്ടും വരെയും പോരാടി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം ഒരു പോരാട്ട ജീവിതം തന്നെയാണ് എന്ന് മോനിഷ വ്യക്തമാക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.